അന്ന് സാറ് പറഞ്ഞിരുന്നത് ഈ ഐസർ ആയാലും IST ആയാലും പഠിച്ചു കഴിഞ്ഞ ഉടനെ ISROയിലോട്ട് ഡയറക്റ്റ് പ്ലേസ്മെന്റ് ഉണ്ടാവുന്നതാണ്. ഇപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ PhD മീൻസ് എന്താന്ന് പോലും അറിയില്ലായിരുന്നു. ചേർന്ന സമയത്ത് എനിക്ക് കെമിസ്ട്രിയോടായിരുന്നു കുറച്ചുകൂടെ താല്പര്യം. ഞാനിപ്പം ജോയിൻ ചെയ്ത ലാബ് ഇപ്പൊ കേരളത്തില് ഐസറിലല്ലാതെ വേറെ എടുത്തില്ല. ഇപ്പൊ ഇന്ത്യ മൊത്തം എടുത്ത് നോക്കിയാലും വളരെ കുറച്ച് ലാബുകളേ ഉള്ളൂ. മെയിൻ ആയിട്ടുള്ള റീസൺ ഫൈനാൻഷ്യൽ ഇത് തന്നെയാണ്. അബ്രോഡ് കൂടുതൽ പൈസ കിട്ടും. ഹലോ എവരിവൺ, ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഐസർ തിരുവനന്തപുരത്ത് നിന്ന് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇപ്പോൾ സ്വീഡനിലെ KTH റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PhD പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോവിന്ദ് കൃഷ്ണയാണ്. സോ നമുക്ക് നമ്മളുടെ ചാനലിലേക്ക് വെൽക്കം ചെയ്യാം. ഗോവിന്ദ്, വെൽക്കം ടു അവർ ഷോ. അപ്പോൾ ഗോവിന്ദ് ഒന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് ഈ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു തിരുവനന്തപുരം സ്വദേശിയാണ്. ഞാൻ LKG മുതൽ 12 വരെ തിരുവനന്തപുരത്ത് തന്നെയാണ് പഠിച്ചത്. അതിൽ LKG മുതൽ 10 വരെ മേരി നിലയം എന്നൊരു പ്രൈവറ്റ് സ്കൂളിലാണ് പഠിച്ചത്. +1 +2 ആര്യ സെൻട്രൽ സ്കൂൾ. ഈ +2 കഴിഞ്ഞതിന് ശേഷം പിന്നെ ഐസറിലേക്ക്, അതായത് ഐസർ ചൂസ് ചെയ്യാനുണ്ടായിരുന്ന ഒരു കാരണം എന്തായിരുന്നു? ഞാൻ ഐസറിനെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ നിന്നാണ്. ഞാൻ ഫിസിക്സ് ട്യൂഷൻ പോകുന്നൊരു സാറുണ്ടായിരുന്നു. അപ്പം ആ സാറ് പറഞ്ഞിട്ടാണ് എഞ്ചിനീയറിംഗ് മെഡിസിൻ അല്ലാതെ ഇങ്ങനെ ഐസർ IIST എന്ന് പറഞ്ഞുള്ള 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കേരളത്തിലുണ്ടെന്ന് അറിയുന്നത്. അന്ന് ആ സാറ് പറഞ്ഞിരുന്നത് ഈ ഐസർ ആയാലും IIST ആയാലും പഠിച്ചു കഴിഞ്ഞ ഉടനെ ISROയിലോട്ട് ഡയറക്റ്റ് പ്ലേസ്മെന്റ് ഉണ്ടാവുന്നതാണ്. എൻ്റെ ആഗ്രഹവും അന്ന് ഒരു ISRO പോലത്തെ ഒരു നാഷണൽ റിസർച്ച് സെന്ററിൽ ഒരു സയന്റിസ്റ്റ് ആവണമെന്നായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഐസറിനെ പറ്റി തിരക്കാൻ തുടങ്ങിയത്. അപ്പം പിന്നീട് എനിക്ക് മനസ്സിലായി ഐസറും ISRO ആയിട്ടൊരു ബന്ധമില്ല, IIST ISRO ആയിട്ടാണ് ഒരു ബന്ധം. അത് ആ സാറിന് തെറ്റിപ്പോയതാണ്. പക്ഷെ ബേസിക്കലി രണ്ടും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പം എൻ്റെ ഒരു എയിമിൽ ഇത് രണ്ടും ഉണ്ടായിരുന്നു. ഐസറും ഉണ്ടായിരുന്നു, IIST ഉണ്ടായിരുന്നു. IIST ആയിരുന്നു ഫസ്റ്റ് പ്രിഫറൻസ്, കാരണം എനിക്ക് ഡയറക്റ്റ് ISRO പ്ലേസ്മെന്റ് കിട്ടുമെന്നുള്ളതുകൊണ്ട്. അപ്പോൾ രണ്ടിനും ശ്രമിച്ചിരുന്നു, പക്ഷെ എനിക്ക് IIST കിട്ടിയില്ല. അതേപോലെ തന്നെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയിരുന്നു. ആ സമയത്ത് തന്നെ ക്ലിയർ ആയിരുന്നു, അതായത് ഐസർ കഴിഞ്ഞാൽ ISROയിലേക്കൊന്നും അത് കിട്ടിയിരുന്നു എന്നുള്ളത് അവിടെ തന്നെ ക്ലാരിഫൈ ചെയ്തു. അത് ക്ലാരിഫൈ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഐസറിൽ വേറെ കുറെ ഫണ്ടമെന്റൽ റിസർച്ച്, വേറെ കുറെ ഫീൽഡുകളിലും ബ്രാഞ്ചസിലും റിസർച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ പുതിയ കുറെ അറിവുകൾ കിട്ടി. ബേസിക്കലി അവിടെയും സയന്റിസ്റ്റുമാരെ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവിടെ റിസർച്ച് തന്നെയാണ് നടക്കുന്നതെന്ന് മനസ്സിലായി. അപ്പം അതിനോട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായി. അപ്പോൾ രണ്ടിനും അറ്റംപ്റ്റ് ചെയ്തു. അതിൽ IIST കിട്ടിയില്ല, ഐസർ കിട്ടി. അപ്പൊ പിന്നെ ചേർന്നു. ഐസറിൽ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നീട് എപ്പോഴാണ് ഡിസൈഡ് ചെയ്തത് ഒരു PhDക്ക് പോവാം? ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഡിസൈഡഡ് ആയിരുന്നോ PhDക്കാണ് പോവാന്നുള്ളത്? അല്ല, ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരു PhD കൊണ്ട് ചെയ്താൽ വീണ്ടും ഒരു 5 വർഷം കൂടെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പം എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് ഐസർ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ അഗെയിൻ നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായ ISRO, DRDO, ബാർക്ക് അതേപോലത്തെ സ്ഥാപനങ്ങളിൽ കയറാനുള്ള എൻട്രൻസ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് എഴുതി അവിടേക്ക് കയറിയാലോ എന്നാണ് ആലോചിച്ചിരുന്നത്. പിന്നെ ഈ ഐസറിൽ ഓരോ വർഷം കഴിയും തോറും ഇവിടെയൊക്കെയുള്ള റിസർച്ചുകൾ കുറച്ചുകൂടെ എന്താ പറയാ, അവിടെയുള്ള ആളുകൾ തീരുമാനിക്കും. ചില പെർട്ടിക്കുലർ ഏരിയാസിൽ മാത്രമേ നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. പക്ഷെ ഒരു 4th ഇയർ 5th ഇയർ ഒക്കെ ഐസറിലായപ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസർച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അക്കാഡമിയിൽ കണ്ടിന്യൂ ചെയ്തൊരു PhD എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു PhD എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ്. അപ്പൊ ഏകദേശം ഏത് ഇയർ ആയപ്പോഴാണ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒരു 4th ഇയർ തുടക്കമൊക്കെ ആയപ്പോ ഡിസൈഡ്. പിന്നെ PhD നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നോക്കാതെ അബ്രോഡ് ട്രൈ ചെയ്യാണ്ടായിരുന്ന ഒരു റീസൺ എന്തായിരുന്നു? മെയിൻ ആയിട്ടുള്ള റീസൺ ഫൈനാൻഷ്യൽ ഇത് തന്നെയാണ്. അബ്രോഡ് കൂടുതൽ പൈസ കിട്ടും, ഫെലോഷിപ്പ് പൈസ. അതെ. പിന്നുള്ളത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. ഒന്ന് പുറത്തൊക്കെ പോകാൻ കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ. ഇപ്പോൾ ഐസറിൽ നിന്ന് ഇറങ്ങുന്ന ഒരാൾക്ക് പുറത്ത് PhD എളുപ്പമാണ്. അപ്പോൾ
പിന്നെ എന്റെ സീനിയേഴ്സും അധികം പേരും പുറത്താണ് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ നമ്മുടെ ഈ പ്രായത്തിൽ ലോകം എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ് ആണ്, പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ കിട്ടുന്ന ഒരു ചാൻസ് ആണ്, പുതിയ റിസർച്ച് അവിടെയൊക്കെയുള്ള റിസർച്ച് അറ്റ്മോസ്ഫിയേഴ്സ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ്. പിന്നെ അതിന്റെ കൂടെ ഫൈനാൻഷ്യൽ റീസണും, ഇത് രണ്ടുമാണ് കാരണം. അങ്ങനെ PhD ചെയ്യാൻ വേണ്ടി സ്വീഡന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള സ്റ്റോക്ക്ഹോമിലെത്തി. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്താണ്? ആൻഡ് ജാർഗൺസ് ഒന്നും ഉപയോഗിക്കാതെ വളരെ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് വർക്ക് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? അപ്പോൾ എന്റെ ഫീൽഡിന്റെ പേര് ഇന്റഗ്രേറ്റഡ് ക്വാണ്ടം ഫോട്ടോണിക്സ് എന്നാണ്. ഫോട്ടോണിക്സ് എന്ന് പറഞ്ഞാൽ ഫോട്ടോൺസിന്റെ സ്റ്റഡി. ഫോട്ടോൺസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ബേസിക്കലി. അപ്പൊ ലൈറ്റിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. അപ്പോൾ പിന്നെ എന്റെ ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു അപ്ലൈഡ് ഫിസിക്സ് ഫീൽഡാണ്. അതായത് ഒരു എഞ്ചിനീയറിംഗിന്റെയും ഫിസിക്സിന്റെയും ഇടയ്ക്കുള്ള ഒരു പുതിയ ടെക്നോളജിയെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോ നമ്മുടെ കമ്പ്യൂട്ടറുകളിലും ഒക്കെ ഇലക്ട്രോണിക് ചിപ്സ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മുടെ CPUസും ഒക്കെ പ്രവർത്തിക്കുന്നത്. അപ്പം ഇതേ ഇൻഫർമേഷൻ പ്രോസസ്സിങ് നമുക്ക് ലൈറ്റ് വെച്ച് ചെയ്യാം. ലൈറ്റ് വെച്ച് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോണിക്സ് അല്ലാതെ വേറെ കുറെ അഡ്വാൻറ്റേജസും ഉണ്ട്. കുറച്ചുകൂടെ എനർജി എഫിഷ്യൻ്റ് ആണ്. കാരണം ലൈറ്റിൽ ലോസ് ഓഫ് എനർജി ഒന്നുമില്ല. അപ്പം ലൈറ്റ് വെച്ചിട്ടുള്ള ചിപ്പുകൾ ഡെവലപ്പ് ചെയ്യുക, പലതരം സർക്യൂട്ട്സ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഇത് ഓൾമോസ്റ്റ് കുറച്ച് ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഇപ്പോൾ നമ്മൾ ഇന്റർനെറ്റ് ഡാറ്റാ സെന്റേഴ്സിലൊക്കെ ഇപ്പൊ തന്നെ ഈ ഫോട്ടോണിക് ചിപ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ലൈറ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചിപ്പുകൾ. ഇപ്പൊ ഞാൻ ചെയ്യുന്നതിന്റെ ഒരു പുതുമ എന്താന്ന് വെച്ചാൽ, ഞാൻ ഇതിലെ ക്വാണ്ടം സിദ്ധാന്തങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ക്വാണ്ടം ടെക്നോളജിയെ പറ്റിയാണ് പഠിക്കുന്നത്. ക്വാണ്ടം ടെക്നോളജിയെ പറ്റി എല്ലാവർക്കും അറിയണമെന്നില്ല, പക്ഷെ അത്യാവശ്യം ഫിസിക്സ്, ഡിഗ്രി ബേസിക് ഫിസിക്സ് അറിയാവുന്നവർക്ക്, അല്ലെങ്കിൽ +1 +2 ഫിസിക്സ് പഠിച്ചവർക്ക് അറിയാം. ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. അപ്പം അത് ഇത്രയും നാളൊരു തിയറി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ലോകമെമ്പാടും ആൾക്കാർ അതുകൊണ്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ കമ്പ്യൂട്ടറുകൾക്ക് കുറെ കൊല്ലങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ചില പെർട്ടിക്കുലർ കാൽക്കുലേഷൻസ് ഈ ക്വാണ്ടം ബേസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് ഡെവലപ്പ് ചെയ്താൽ പറ്റും. അപ്പൊ അങ്ങനത്തെ കുറെ ക്വാണ്ടം ഫിനോമിനാസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതില് ഈ ഫോട്ടോണിക്സ് ബേസ്ഡ് ആയിട്ടും ഇത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഈ ക്വാണ്ടം എഫക്ട്സ് ഉപയോഗപ്പെടുത്താൻ സഹായിക്കുന്ന ഫോട്ടോണിക് ചിപ്പുകൾ പലതരത്തിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ റിസർച്ച് ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോയി ഇതെല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ ഇന്ന് ഉണ്ടാവുന്നതിനെക്കാട്ടിൽ എന്ത് ഡിഫറൻസ് ആണ് ഒരു സാധാരണക്കാരന്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്? ഫാസ്റ്റർ കമ്പ്യൂട്ടേഴ്സ് ആണോ, അതോ 5G 6G ആവുമ്പോൾ വരുന്ന ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ ഫാസ്റ്റ് ആവുക? എന്ത് വ്യത്യാസമാണ് വരാൻ പോകുന്നത്? ഐസറിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ് പ്രോഗ്രാം ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അതിപ്പോ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കമ്പ്യൂട്ടറുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് അതിന്റെ ഉപയോഗം എന്ന് നമുക്കറിയില്ലായിരുന്നു. അന്നത്തെ അന്നത്തെ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരായിരുന്നു. മനുഷ്യന്മാർ കാൽക്കുലേറ്ററിൽ കുത്തി കാൽക്കുലേറ്റ് ചെയ്താണ് ഓരോ കാൽക്കുലേഷൻ ചെയ്തിരുന്നത്. അപ്പം അത് കുറച്ചുകൂടെ എളുപ്പമാക്കാൻ പറ്റുന്ന ഒരു ഉപകരണം എന്നാണ് അന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇന്ന് നമുക്കറിയാം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സാധനം എത്രത്തോളം ലോകത്തെ റെവല്യൂഷണറൈസ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചിട്ട് ക്വാണ്ടം ഫിനോമിനൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ ഇന്നത്തെ സാധാ കമ്പ്യൂട്ടർക്ക് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ കറക്റ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യുക. ഇപ്പോഴത്തെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ബാങ്കിൽ ഇപ്പൊ നെറ്റ് ബാങ്കിങ് ചെയ്യുകയാണെങ്കിൽ ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നു. അപ്പൊ നമ്മളും ബാങ്കും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ആണ്. അത് ചില എൻക്രിപ്ഷൻ മെത്തേഡ്സ് ഉപയോഗിച്ചാണ് അവർ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അത് 100% സേഫ് എന്ന് പറയാൻ പറ്റൂല. അതിന് ഒരു കുറച്ചുകൂടെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഹാക്കർ വിചാരിച്ച് ചിലപ്പോൾ ഹാക്ക് ചെയ്യാൻ പറ്റിയേക്കും. അപ്പോൾ ഈ ക്വാണ്ടം സിദ്ധാന്തം ഉപയോഗിച്ച് ഫിസിക്സിന്റെ ഫണ്ടമെന്റൽ റൂൾ വെച്ചിട്ട് നമുക്ക് ഈ ഇൻഫർമേഷൻ എൻകോഡ് ചെയ്യാൻ പറ്റും. അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്സ്.
അപ്പം അങ്ങനത്തെ കുറച്ച് ഉപയോഗങ്ങളുണ്ട്. സേഫർ കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ ചെയ്യാൻ പറ്റാത്ത ചില ടൈപ്പ് കാൽക്കുലേഷൻ, ഫോർ എക്സാമ്പിൾ ഡ്രഗ് ഡിസ്കവറി ഒക്കെ കുറച്ചുകൂടെ ആക്സിലറേറ്റ് ചെയ്യും. പെട്ടെന്ന് നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തന്നെ ഒരു ഡ്രഗ് ഡിസ്കവറി ആക്സിലറേറ്റ് ചെയ്യാനൊക്കെ ഇപ്പൊ അധികം ഡ്രഗ് ഡിസ്കവറി ഒക്കെ നടക്കുന്നത് ഈ കുറച്ചുകൂടി ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ്. ഈ ക്വാണ്ടം ഫോട്ടോണിക്സ് എന്ന് പറയുന്നത് ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള പുതിയ എമേർജ് ചെയ്യുന്ന ഫീൽഡാണ്. അപ്പം പുതിയ എമേർജ് ചെയ്യുന്ന ഒരു ഫീൽഡിലേക്ക് ഏത് സമയത്താണ്, ഐസറിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് സമയത്താണ് ഇതിനെ കുറിച്ചൊക്കെ കേട്ട് തുടങ്ങിയത്? അതൊരു ഐസറിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ കുറെ ഫീൽഡുകൾ തമ്മിൽ ഇങ്ങനെ മാറി മാറി എന്റെ ഇൻട്രസ്റ്റ് മാറി മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ചേർന്ന സമയത്ത് എനിക്ക് കെമിസ്ട്രിയോടായിരുന്നു കുറച്ചുകൂടെ താല്പര്യം. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു എബിലിറ്റി കൂടുതൽ ഫിസിക്സിലാണ്. അപ്പൊ ഞാൻ കെമിസ്ട്രി കൂടുതൽ എഫേർട്ട് ഇട്ടാൽ എനിക്ക് കൂടുതൽ മാർക്ക് ഫിസിക്സ്. അപ്പം എൻ്റെ ഒരു സ്കൂളിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ എൻ്റെ ഒരു നാച്ചുറൽ എബിലിറ്റി കൂടുതൽ ഫിസിക്സിലോട്ടാണ്. പിന്നെ ഫിസിക്സിൽ എനിക്കൊരു ഇൻട്രസ്റ്റും ഉണ്ട്, പാഷനും ഉണ്ട്. അപ്പൊ ഫിസിക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ഈ നാനോ ടെക്നോളജി അതിലോട്ടൊക്കെ ഇൻട്രസ്റ്റ് വന്നു. ഈ നാനോ ഫാബ്രിക്കേഷൻ, ഈ നാനോ സർക്യൂട്ട്സ് ഉണ്ടാക്കുക, അപ്പൊ അതിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഐസറിലെ മധു തലക്കുളത്തിന്റെ ലാബിൽ ജോയിൻ ചെയ്യുന്നത്. അവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ ക്വാണ്ടം ഇലക്ട്രോണിക്സ് ആണ്. അപ്പം അവിടെ ഈ ചില ചിപ്പുകൾ ഉണ്ടാക്കും. അത് നമ്മൾ ഈ നാനോ ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഈ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസിൽ ചിപ്പുകൾ ഉണ്ടാക്കുന്ന സെയിം സ്റ്റെപ്സ്. അപ്പൊ അതൊക്കെ അങ്ങനെ കുറെ സ്കിൽസ് കൂടെ ഡെവലപ്പ് ചെയ്യാം. അപ്പം അങ്ങനെ കുറെ സ്കിൽസ് കൂടെ ഡെവലപ്പ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ലാബിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം അവിടെ കയറിയപ്പോഴാണ് ഈ ക്വാണ്ടം ടെക്നോളജി എന്ന് പറഞ്ഞൊരു വലിയൊരു ഫീൽഡിനെ പറ്റി ഞാൻ അറിയുന്നത്. അവിടെ ചെയ്യുന്ന ക്വാണ്ടം ഇലക്ട്രോണിക്സ് ആണ്. ഞാൻ ഇപ്പൊ ചെയ്യുന്ന ക്വാണ്ടം ഫോട്ടോണിക്സ്. അവിടെ ഇലക്ട്രോണിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വാണ്ടം ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പം അങ്ങനെയാണ് ഈ ഫീൽഡിനെ പറ്റി അറിയുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം PhD അപ്ലൈ ചെയ്യുമ്പോൾ ക്വാണ്ടം ടെക്നോളജീസ് എന്നൊരു ബ്രോഡ് ഫീൽഡില് പല പല എല്ലാ ഇപ്പൊ ക്വാണ്ടം ഇലക്ട്രോണിക്സിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു, ഫോട്ടോണിക്സിലേക്ക് അപ്ലൈ ചെയ്തിരുന്നു. അതിലെനിക്ക് കിട്ടിയത് ഇതാണ്. അപ്പൊ ഞാനിത് ചൂസ് ചെയ്തു. പിന്നെ പറഞ്ഞില്ലേ ഒരു റിസർച്ച് ലാബിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈവൻ ബിഫോർ മേജർ പ്രൊജക്ട് തുടങ്ങുന്നതിന്റെ മുന്നേ എന്ന് പറഞ്ഞു. ആ ഒരു എക്സ്പോഷർ നമ്മുടെ പുറത്തൊരു യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു PhD പൊസിഷൻ കിട്ടുന്നതിൽ, സെക്യൂർ ആക്കുന്നതിൽ എത്രത്തോളം റോൾ ഉണ്ട് ആ ഒരു എക്സ്പീരിയൻസിന്? ഇപ്പോ അതില്ലായിരുന്നെങ്കിൽ എനിക്ക് PhD എന്താന്ന്, ഇപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ PhD മീൻസ് എന്താന്ന് പോലും അറിയില്ലായിരുന്നു. ഇപ്പൊ അവിടെ ജോയിൻ ചെയ്തുകൊണ്ട് എനിക്ക് ഇപ്പൊ അവിടെ ഒരു 2 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു. അപ്പൊ എനിക്ക് അറിയാം എന്തൊക്കെയാണ് ഡെയിലി ലൈഫിൽ ഒരു PhD ചെയ്യുന്നത്, PhD കഴിഞ്ഞാൽ എന്താണ് ഉപയോഗം. കാരണം ഐസർ ഒരു ഇന്റർനാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടത്തെ ഒരു PhDയുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് വേറെ ഏതൊരു, ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും വേറെ ഏതൊരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ചെന്നാലും കാണാൻ പറ്റുന്നത്. അപ്പം എന്താണ് ശരിക്കും ഒരു PhD, അത് കഴിഞ്ഞുള്ളവരുടെ പാത്ത് എന്തായിരിക്കും, നമ്മൾ എത്രത്തോളം ഇൻഡിപെൻഡന്റ് ആയിരിക്കും, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ എനിക്ക് അവിടെ നിന്ന് അറിയാൻ പറ്റും. ആ എക്സ്പോഷർ ഈ ഒരു പൊസിഷൻ കിട്ടുന്നതിൽ, അതായത് ഇന്റർവ്യൂ, മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് ഇന്റർവ്യൂസ് ഉണ്ടായിരിക്കാം, ആ ഇന്റർവ്യൂ ഒക്കെ ക്രാക്ക് ചെയ്യുന്നതില് ഈ ഒരു എക്സ്പോഷർ, ഈ ഒരു എക്സ്പീരിയൻസിന് റോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞാൽ ഈ ക്വാണ്ടം ടെക്നോളജി ഞാനിപ്പം ജോയിൻ ചെയ്ത ലാബ് ഇപ്പൊ കേരളത്തില് ഐസറിലല്ലാതെ വേറെ എടുത്തും ഇല്ല. ഇപ്പൊ ഇന്ത്യ മൊത്തം എടുത്ത് നോക്കിയാലും വളരെ കുറച്ച് ലാബുകളേ ഉള്ളൂ. അപ്പം അത്ര പീക്ക് റിസർച്ച് ചെയ്യുന്ന ഒരു ലാബാണ്, അത്ര സൊഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് ചെയ്യുന്ന ഒരു ലാബാണ്. അങ്ങനത്തെ ഒരു ലാബിൽ എനിക്കിപ്പം സാധാരണ ഒരു യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തെങ്കിൽ അങ്ങനത്തെ റിസർച്ച് ചെയ്യാൻ പറ്റുമായിരുന്നിരിക്കില്ല. അപ്പം അങ്ങനത്തെ ഒരു ലാബിൽ എനിക്ക് മാസ്റ്റേഴ്സ് പ്രോജക്റ്റ് ചെയ്യാൻ പറ്റിയോണ്ട് അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ വായിക്കാനും അറിയാനൊക്കെ പറ്റി. അതുകൊണ്ടാണ് എനിക്ക് അതേ ഫീൽഡിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റിയത്. പിന്നെ അവിടെ നിന്ന് കിട്ടിയ സ്കിൽസ്, ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിനേക്കാൾ ഉപരി എന്നെ ഹെൽപ്പ് ചെയ്ത സ്കിൽസ് ആണെന്നാണ് തോന്നുന്നത്. കാരണം എന്നെ കൊണ്ട് ഓൾറെഡി എനിക്ക് ഇത്രയും, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല നാനോ ഫാബ്രിക്കേഷൻ, അതിൽ കുറെ ടൂൾസ് ഉപയോഗിക്കാനൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് ഒരു നാനോ ഫാബ്രിക്കേഷൻ എക്സ്പെർട്ട് ആവുന്നത്. അപ്പം ഐസർ ഉള്ളപ്പോൾ തന്നെ എനിക്ക് അതിൽ കുറെ എക്സ്പോഷർ കിട്ടിയിരുന്നു. അപ്പം ഇത്രത്തോളം സ്കിൽസ് എനിക്ക് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ എന്റെ സൂപ്പർവൈസർ എന്നെ റിക്രൂട്ട് ചെയ്ത്. കാരണം പെട്ടെന്ന് തന്നെ എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് ആൾക്ക് തോന്നിയുണ്ട്. അപ്പൊ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
ഇപ്പം ഐസറിന് കിട്ടിയ എക്സ്പോഷർ നമ്മൾ പറഞ്ഞു, ആ എക്സ്പോഷർ വെച്ചിട്ടാണ് നമുക്ക് ഈ PhD ഒക്കെ ഓപ്പണിങ് കിട്ടിയതെന്ന്. ഈ ഐസറിന് കിട്ടുന്ന എക്സ്പോഷർ ഗോവിന്ദിന്റെ ഒരു സയൻസിനോടും റിസർച്ചിനോടും ഒക്കെ ഉള്ള ഒരു അപ്രോച്ചിന് എന്തെങ്കിലും മാറ്റം വരുത്തിയതായിട്ട് തോന്നിയിട്ടുണ്ട്? അതായത് ഐസറിൽ വരുന്നതിന്റെ മുന്നേ റിസർച്ചിനെയൊക്കെ കണ്ട രീതിയും ഐസറിന് പാസ് ഔട്ട് ചെയ്തതിന് ശേഷം റിസർച്ചിനെയൊക്കെ കാണുന്ന രീതിയിലും എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ഐസറിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു സയന്റിസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്നു, ആരെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറയുന്നു, അപ്പം നമ്മൾ അവർ പറയുന്നതിനനുസരിച്ച് ചെയ്യുന്നു, നമുക്ക് നല്ല ശമ്പളം കിട്ടുന്നു, പിന്നെ സയന്റിസ്റ്റ് എന്നൊരു ടാഗ് ഉണ്ട്. ഒരു ഒരു സൊസൈറ്റിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പൊസിഷനാണ്, ഇങ്ങനെ ആൾക്കാർക്ക് വിലയുള്ള ഒരു പൊസിഷനാണ്. ബട്ട് ഒരാൾ മേലെ ഉണ്ടാവും നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ ഐസർ കഴിഞ്ഞതോടെ എനിക്ക് മനസ്സിലായി നമ്മൾ തന്നെ റിസർച്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ തന്നെ ഐഡിയാസ് ഡെവലപ്പ് ചെയ്ത് ഇപ്പം PhD കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിനുള്ള ഫണ്ടിങ്ങിനും അപ്ലൈ ചെയ്യണം. ഒരു ഫണ്ടിങ് തരുന്ന ആളെ നമ്മൾ തന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കണം നമ്മളെ റിസർച്ച് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആവും, കുറച്ചുകൂടെ റെസ്പോൺസിബിൾ. ഒരു സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ്, കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ആളാന്ന് ഉള്ളൊരു വ്യൂ പോയിന്റ് ഐസറിൽ നിന്നാണ് കിട്ടിയത്. ഇപ്പൊ നമ്മളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഐസർ ആസ്പിറൻസ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ, അതായത് ഐസറിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ. അപ്പൊ അവരോട് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സയൻസ് അവർക്ക് എന്തായാലും ഇൻട്രസ്റ്റഡ് ആണ്, ബട്ട് ആ ഒരു സയൻസിൽ ഒരു റിസർച്ചുമായിട്ട് പോണോ, അതിനുള്ള ഒരു ട്രൂ പാഷൻ ഉണ്ടോന്നൊന്നും മേ ബി +1 +2 സമയത്തൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പം ഐസർ കഴിഞ്ഞിട്ടൊരു റിസർച്ചിലേക്ക് പോണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു കുട്ടികളുടെ അടുത്ത് ഐസറിലേക്ക് വരണോ വരണ്ടേ എന്ന് ചോദിച്ചാല് അങ്ങനത്തെ കുട്ടികളുടെ അടുത്ത് എന്ത് അഡ്വൈസ് ആണ് ഗോവിന്ദിന് കൊടുക്കാൻ? ഇപ്പം ഒരു +1 +2 പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് സയൻസ് എന്ന് പറയുമ്പോൾ അതിപ്പോ ഇപ്പൊ എഞ്ചിനീയറിംഗ് സയൻസ് തന്നെയാണ്, മെഡിസിനും സയൻസ് തന്നെയാണ്. അപ്പം സയൻസിൽ എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്? ഇപ്പം നമ്മളിപ്പോ എടുത്ത റോബോട്ടിക്സ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളും സയൻസ് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. ഒരു റോക്കറ്റ് ഉണ്ടാക്കി വിടാൻ ആഗ്രഹിക്കുന്ന ആൾ സയൻസ് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ സയൻസ് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പം എന്ത് തരം സയൻസ് ചെയ്യാനാണ് ഇഷ്ടം എന്നാദ്യം മനസ്സിലാക്കുക. ഐസർ ചെയ്യുന്ന പറഞ്ഞാൽ ഫണ്ടമെന്റൽ റിസർച്ച് ആണ്, ബേസിക്കലി കുറച്ച് അപ്ലൈഡ് റിസർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പുതിയ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഒരു പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക. അതായത് ഇപ്പൊ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ഓൾറെഡി ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് എഞ്ചിനീയറിംഗ്. അപ്പം സയൻസിൽ എന്ത് ചെയ്യാനാണ് ഇഷ്ടം? ഇപ്പോൾ പുതിയ കാര്യങ്ങൾ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള, നമുക്ക് ഇപ്പൊ ചെറുതെന്ന് വന്ന ബട്ട് ഭാവിയിൽ വളരെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയേക്കാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഐസറിലോട്ട് വരും. ഇപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ഇലക്ട്രോണിക് ബൂമിന് കാരണം 1950 ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചതാണ്. അതൊരു ബേസിക് സയൻസ് ഡിസ്കവറി ആയിരുന്നു. അപ്പം അതുപോലത്തെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ നിങ്ങൾക്ക് പറ്റിയേക്കാം, ബട്ട് ആ പ്രോസസ്സ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടാവുമെന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഐസറിലേക്ക് വരിക. അപ്പൊ നമ്മളുടെ ഈ ഒരു കോൺവെർസേഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന്റെ മുന്നേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികൾക്ക്, ഐസർ ആസ്പിറൻസ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു സിംഗിൾ പീസ് ഓഫ് അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ടേക്ക് അവേ മെസ്സേജ് എന്ന് പറഞ്ഞ് നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഗോവിന്ദൻ അവരോട് പറയാൻ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫോളോ യുവർ പാഷൻ. ഇപ്പോൾ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ, എനിക്ക് ഇഷ്ടം ഫിസിക്സ് ആയിരുന്നു. അപ്പോൾ ഫിസിക്സ് ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം ISR ആയിരുന്നു. അപ്പം ഞാൻ എഞ്ചിനീയറിംഗ് നോക്കിയിരുന്നു, IIST നോക്കിയിരുന്നു. IISTയിൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്, പിന്നെ ഐസർ നോക്കിയിരുന്നു. അപ്പൊ ഈ 3 സ്ഥലത്തും ഇനി ഫിസിക്സ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് എനിക്ക് ഫിസിക്സ് റിസർച്ചിലോട്ടും പോകാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായി, ഫിസിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫിസിക്സ്. അപ്പോൾ എവിടെ പോയാലും ഒരു ഫിസിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി. അപ്പം അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ചിലർക്ക് ജസ്റ്റ് ഇതേപോലെ എന്നെ പോലെ ബ്രോഡായിട്ട് ബയോളജിയിലേക്ക് പോകണം. അപ്പം അങ്ങനെയുള്ളവർക്ക് ചിലർക്ക് മെഡിസിനും ട്രൈ ചെയ്യും, ഐസറും ട്രൈ ചെയ്യും. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കാം, നിങ്ങൾ വേർ ഡു യു സീ യുവർ സെൽഫ് ഇൻ ദ ഫ്യൂച്ചർ? വാട്ട് വിൽ യു ബി
ഏബിൾ ടു ഡു എഫേർട്ട്ലെസ്ലി. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇപ്പൊ ആരുടെങ്കിലും പ്രഷർ കാരണം എടുത്താൽ ഭാവിയിൽ അത് ബുദ്ധിമുട്ടാവും. നമുക്കത് എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, പക്ഷെ ഫുൾ പ്രഷറിലായിരിക്കും നമ്മൾ ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള സാധനം എടുത്ത് പോവുകയാണെങ്കിൽ ബേസിക്കലി എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പ്രഷർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ കൂടെ ഇത്ര സമയം സ്പെൻഡ് ചെയ്ത് നമ്മളുടെ ഷോയിലേക്ക് വന്ന് ഐസറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും അതിനുശേഷമുള്ള PhD ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. താങ്ക്സ് ഫോർ കമ്മിങ് ടു അവർ ഷോ.